തകർന്നു പോയെന്ന് കരുതിയ ജീവിതം കരുത്തോടെ തിരികെ പിടിച്ച അസ്ന നിഖിലിന്റെ കൈ പിടിച്ച് വിവാഹപ്പന്തലിലേക്ക് നടന്നെത്തി. ബോംബ് വന്ന് പതിച്ച വീട്ടുമുറ്റത്ത് തന്നെ ഒരുക്കിയ വിവാഹപ്പന്തലിൽ നിഖിൽ അസ്നയ്ക്ക് താലി ചാർത്തി. 2000 സെപ്റ്റംബർ 27 തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ നടന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഇരയാണ് അസ്ന. സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബുകളിൽ ഒന്ന് വന്ന് പതിച്ചത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അസ്നയ്ക്ക് നേരെ. മാതാവ് ശാന്തയ്ക്കും സഹോദരനും പരിക്കേറ്റു. അന്ന് അസ്നയ്ക്ക് പ്രായം 6 വയസ്സ്. ബോംബേറിൽ അസ്നയുടെ വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സയ്ക്കിടെ മുട്ടിന് താഴെ വെച്ച് കാൽ മുറിച്ചു മാറ്റി. പിന്നീട് കൃത്രിമ കാലുമായി വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ നിശ്ചയദാർഢ്യത്തോടെ പോരാടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പാസ്സായി. ഇപ്പോൾ വടകരയിലെ ക്ലിനിക്കിൽ ഡോക്ടറാണ് അസ്ന. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. കൊല്ലം കുറേയായി, ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. അത് നല്ലൊരു ചടങ്ങിന് എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. ജീവിത വിജയം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഡോക്ടർ അസ്നക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, ജീവിത വിജയം നേടാൻ കഴിയട്ടെ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അക്രമം നടന്ന കാലം മുതൽ നാടൊന്നാകിയാണ് അസ്നയെ ചേർത്തു പിടിച്ചത്. വിവാഹവും നാടുത്സവമാക്കി മാറ്റി. കണ്ണൂരിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും അയവ് വന്നതിൽ അസ്നയ്ക്ക് പറ്റിയ അപകടവും ഒരു കാരണമായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.